അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടെ, അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഒരു ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതിൽ ഡിമാൻഡ് കാണിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഡിമാൻഡ് സെൻറ്ററുകൾ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സാധനം ആവശ്യമുള്ളതിൻ്റെ സെൻറ്ററുകളുടെ പേരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് D1, D2, D3, D4 എന്നാണ്. സപ്ലൈ ചെയ്യുന്നത് S1, S2, S3 എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ S1-ൽ നിന്ന് D1 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 19 രൂപ. അതാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. അപ്പോൾ ആദ്യത്തെ പഴയതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളം വരയ്ക്കുന്നു, എല്ലാം എഴുതുന്നു, അതെല്ലാം എഴുതി, ദെൻ ഡിമാൻഡുകൾ എല്ലാം എഴുതി, ദെൻ അവൈലബിലിറ്റി എത്രയെന്ന് കൂട്ടി വെക്കുന്നു. അവൈലബിലിറ്റി എത്രയാണ്? S1 നൽകുന്ന 7-ഉം S2 നൽകുന്ന 9-ഉം S3 നൽകുന്ന 18-ഉം കൂടി കൂട്ടിയാൽ 7 + 9 എത്ര വരും? 7 + 9 16, 16-ഉം 18-ഉം 34. ഡിമാൻഡ് എത്രയുള്ളത്? 5 + 8 + 7 + 14 ആണ്. 5 8 എത്ര വരും? 13. 13 7 എത്ര വരും? 20. 20-ഉം 14-ഉം എത്ര വരും? 34. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും തുല്യമാണ്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ബൈ ദ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അപ്പം എന്താ ഡിഫറൻസ് കണ്ടു? അതായത് 19-ൽ നിന്ന് 10 കുറച്ച് 9. അതേപോലെ ഏറ്റവും ചെറിയ വാല്യൂ, അത് അടുത്ത S2-ൻ്റെ നോക്കി, S2 നേരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 30-ഉം പിന്നെ 60-ഉമാണ് ആ ബോക്സിനകത്തുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 40-ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. അതേപോലെ തന്നെ 20-ൽ നിന്ന് 8 കുറച്ചാൽ 12 കിട്ടും. ഇനി നമ്മൾ D1-ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഓരോ റോക്കും ഓരോ കോളത്തിനും ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ 40-ൽ നിന്ന് 19 കുറച്ചാൽ 21 കിട്ടും. 30-ൽ നിന്ന് 8 കുറച്ചാൽ 22 കിട്ടും. 50-ൽ നിന്ന് 40 കുറച്ചാൽ 10. അങ്ങനെ ഏറ്റവും കൂടിയ ഡിഫറൻസ് ഏതാണ്? ഇതിൽ 22ആണ്. അപ്പോൾ 22-ന് നേരെ ഞാനൊരു ആരോ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ആരോ കാണിച്ചതാണ് അവിടെ. അപ്പോൾ 22 മാർക്ക് ചെയ്തു. പക്ഷേ ആ 22-ന് നേരെ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആ വാല്യൂ 30, 8 എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൽ 8 എന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഉള്ള സ്ഥലം. അതായത് D2 എന്ന് പറയുന്ന ഡിമാൻഡ് സ്ഥലത്ത് എത്തിക്കാൻ, എവിടെ നിന്ന് എത്തിക്കാൻ? S2-ൽ നിന്ന് എടുത്തിട്ട്, S2 എന്ന് പറയുന്ന സപ്ലൈ സെൻറ്ററിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് D2 എന്ന് പറയുന്ന ഡിമാൻഡിൽ എത്തിക്കാൻ 8 രൂപ മിനിമം കോസ്റ്റ് മതി. അതുകൊണ്ട് അതിനെ ഞാൻ 8-നെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തു. അവിടേക്ക് ആവശ്യമുള്ളത് 8 എണ്ണമാണ്. ആ 8 എണ്ണവും ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുത്തു? S3 എന്ന് പറയുന്ന സപ്ലൈ സെൻറ്ററിൽ നിന്ന് 8-ഉം ഡിമാൻഡ് സ്ഥലമായ D2-ലേക്ക് എത്തിച്ചു. അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. വീണ്ടും അതേപോലെ തന്നെ ഓരോ സ്ഥലത്തെയും ഡിഫറൻസ് കണ്ടുപിടിച്ചു. വാല്യൂ ഓരോന്ന് പറയുന്നില്ല, ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിലെ വലിയ വാല്യൂ 21ആണ്. അതിനെ മാർക്ക് ചെയ്തു. ആ 21-ന് മുകളിലോട്ട് നോക്കിയ സമയത്ത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് വരുന്നത് 19ആണ്. അതിനെ മാർക്ക് ചെയ്തു. അവിടേക്ക് ഇനി എത്ര കൊടുക്കാൻ കഴിയും? 7 വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. 7 അവിടെ എഴുതാൻ കഴിയില്ല, കാരണം 5 ആർക്ക് ആവശ്യമുള്ളൂ? D1-ന് ആവശ്യമുള്ളൂ. അപ്പോൾ 5 അവിടെ സപ്ലൈ ചെയ്തു. അതോടുകൂടെ അവിടുത്തെ വർക്ക് കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് അത് ക്രോസ് ചെയ്തതായിട്ട് കാണിച്ചത്. വീണ്ടും ഡിഫറൻസ് കണ്ടു. ആ ഡിഫറൻസ് കാണുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 19 ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 50 - 10 എന്ന് പറയുന്നത് 40 ആവുന്നത്. 60 - 40 എന്ന് പറഞ്ഞാൽ 20 ആകുന്നത്. 70 - 20 50 ആകുന്നത്. 50-ൽ നിന്ന് 40 പോയി 10 ആക്കുന്നത്. 20-ൽ നിന്ന് 10 പോയിട്ട് 10 ആവുന്നത്. ഇനിയും ആ ഡിഫറൻസ് കണ്ട വാല്യൂ, ഡിഫറൻസ് ചെയ്ത ശേഷമുള്ള വാല്യൂവിൽ 50 ആണല്ലോ ഏറ്റവും കൂടിയത്. അപ്പോൾ 50-ൽ നോക്കുന്ന സമയത്ത് ഇനി ഏതാണുള്ളത്? 70-ൽ കൊണ്ടുപോയിട്ട് ഒന്നും സപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം 70-ൻ്റെ പൈസ കൂടുതലാണ്. അതായത് D2 എന്ന് പറയുന്ന സെൻറ്ററിലോട്ട് S3-ന്ന് എടുത്തിട്ട് സാധനം കൊടുക്കണമെങ്കിൽ പൈസ കൂടുതലാണ്. അതുകൊണ്ട് 20-നെ സെലക്ട് ചെയ്യുന്നു. D4-ന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു. D4 എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ 20 കൊടുക്കുന്നു. പക്ഷേ അവിടെ എത്രയേ കൊടുക്കാൻ കഴിയുള്ളൂ? അപ്പോൾ 18 എടുത്ത് കൊടുക്കാനോ 14 സപ്ലൈ ചെയ്യാനോ വേണ്ട ആവശ്യമില്ല, കാരണം അവിടെ എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. അപ്പോൾ 10-ഉം 8-ഉം 18ആയി. പുറത്തെടുക്കുന്ന സപ്ലൈ നോക്കുക, 8ആയി. അപ്പോൾ അതെന്ത് ചെയ്തു? ആ ലൈനെയും നമ്മൾ ക്രോസ് ചെയ്ത് കളഞ്ഞു. വീണ്ടും പഴയതുപോലെ തന്നെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. 50 - 10 40, 60 - 40 20, 50 - 40 10, 60 - 10 50 ഇപ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് ആർക്കുള്ളത്? കട്ട് ചെയ്യാത്തിൽ ബാക്കിയുള്ളത് 50-നാണ്. അപ്പോൾ 50-ൽ ഇനി ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഉള്ളത് ആർക്കാണ്? കുറഞ്ഞ യൂണിറ്റ് കോസ്റ്റ് ഉള്ളത് ആർക്കാണ്? 10 ആണ്. ആ 10-ലേക്ക് എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? 2 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞു.
ഇപ്പോൾ ഏതാ അവസാനിച്ചത്? നമ്മൾ S2 എന്ന് പറയുന്ന സാധനം സപ്ലൈ ചെയ്യുന്ന അവരുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ വാല്യൂ ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയുള്ളത് ഏതാണ്? 60ഉം 40ഉമാണ്. അപ്പോൾ 60 ആണ് ഏറ്റവും വലിയ യൂണിറ്റ് കോസ്റ്റ് ഉള്ളത്. അതായത് 60 മൈനസ് 40 20 കണ്ടുപിടിച്ചു. ഇവിടെ ആണെങ്കിൽ 40ഉം 60ഉം ഉണ്ട്. 60 ആണ് ഏറ്റവും കൂടിയ കോസ്റ്റ് ഉള്ള സ്ഥലം. 60 ആണ് കൂടിയ കോസ്റ്റുള്ള ഡിഫറൻസ് കണ്ടതിൽ ഏറ്റവും കൂടിയ ഡിഫറൻസ് ഉള്ളത് 60 ആണ്. അതുകൊണ്ട് 60ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 പ്ലേസ് ചെയ്യുന്നു. അതോടുകൂടെ എന്ത് കഴിഞ്ഞു? ഈ കോളവും കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് ഒരു 40 ആണ്. ആ 40ലേക്ക് എത്ര കൊടുക്കാൻ കഴിയും? 7 കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ 7 കൊടുക്കുന്നതോടുകൂടെ ആ പരിപാടി എല്ലാവർക്കും എന്ത് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19 ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് 19 × 5 പ്ലസ് 10 × 2 പ്ലസ് 7 × 40 പ്ലസ് 2 × 60 പ്ലസ് 8 × 8 പ്ലസ് 20 × 10 ഈക്വൽ ടു 5 × 19 95 20 280 120 64 200 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 779 ആണ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ചെയ്യേണ്ടത്. താങ്ക് യു.